ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഫോർ എ ന്യൂ എപ്പിസോഡ്. ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ വീട്ടിലാണ്, പുന്നപ്പുറയിലെ വീട്ടിലാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഗാർഡൻ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലൊക്കെ ചെടികൾ ഉമ്മി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ തന്നെ ഉമ്മി ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഉമ്മിക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി വന്ന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നനയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ എഫർട്ട് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഹെൽത്ത് മാറി ആൻഡ് ഓൾസോ നമ്മുടെ തിരക്കുകൾ എല്ലാം കൊണ്ട് തന്നെ ഉമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗാർഡൻ ഉമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും വെജിറ്റബിൾസും ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ വാടിയതും കരിഞ്ഞതുമായിട്ടുള്ള ഇലകളൊക്കെ ഡാമേജ് ഉള്ളത് മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഞങ്ങൾക്ക് എനർജി ഡ്രിങ്കുകൾ തരുന്നുണ്ട്. ഞാനും അയറയും മാത്രമേ ഫ്രെയിമിലുള്ളൂ കേട്ടോ, കാരണം റയാൻ ഓൾറെഡി ഈ സമയമായപ്പോൾ ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച ശേഷം ഇതിന് വെള്ളം നനയ്ക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ചോട്ടിൽ വെള്ളം നനയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇലകളിലും കൂടെ വെള്ളം നനയ്ക്കും. കാരണം ഇപ്പം നല്ല ചൂടാണ്, അപ്പം നല്ല രീതിയിൽ ചൂടി ചെടികളിലോട്ടും എത്തുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇലകളിലും കൂടെ ഒന്ന് ജസ്റ്റ് വെള്ളം കൂടെ നനയ്ക്കുമ്പം എന്തോ ഒരു സുഖം മനസ്സിന് കാണുമ്പോൾ. ഓക്കെ, അതിനൊരു ഇത് നമ്മൾ ഒഴിച്ചതൊരു വ്യർത്ഥമായല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ. സോ അങ്ങനെ ഞാനും ഇറയും കുറേ നേരം അതിൽ നമ്മൾ വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മെയിൻ്റനൻസിനോ ഒക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഐറ ഇങ്ങനെയൊക്കെ കൂടുതലും ചെടി നനയ്ക്കുന്നതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ഇവിടെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ മുമ്പ് സെറ്റ് ചെയ്തതാണ്, പക്ഷേ എങ്കിലും അവൾക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചില ചെടികൾ ഒത്തിരി വെള്ളം വേണ്ടാത്ത ചെടികളുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ലാത്ത ചെടികളൊക്കെ അയറൊക്കെ കൊടുത്തിട്ട് നനയ്ക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ ഒത്തിരി ഇൻട്രസ്റ്റോട് കൂടിയാണ്. അയറയുടെ ഒരു പ്രത്യേകതയാണ്, അയറ ഒത്തിരി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒത്തിരി ഇൻട്രസ്റ്റോട് കൂടിയാണ് ഐറ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഐറ വെള്ളമൊക്കെ നനച്ചു നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഈ സമയത്ത് എനിക്ക് പ്ലാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഡ്യൂട്ടീസിലോട്ടൊക്കെ ഞാൻ മാറി. പക്ഷേ ആ ഒഴിക്കേണ്ട സ്ഥലത്തൊക്കെ വെള്ളം ഒഴിച്ചുള്ള നല്ല രീതിയിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആൻഡ് ഓൾസോ ചെയ്ത് വെച്ചതിന് ശേഷം അവൾ അതെല്ലാം തിരിച്ച് പ്ലേസിൽ നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവൾ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ അവൾ നല്ല വൃത്തിക്കാണ് അത് ചെയ്യുന്നത്. ബിക്കോസ് തന്നെ അവൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യമാണതെന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന ഇന്ന കാര്യം ചെയ്ത് തരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, അത് ആളുടെ മൈൻഡിലുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാക്ക് ടു അവർ വർക്ക്സ്. അപ്പോൾ ഐറ ഓടി കളിക്കുന്നുണ്ട്, റയാൻ എണീച്ച് വന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു. പക്ഷേ ഞാനതിന് ലെസൺ പ്ലാൻ എഴുതി കൊടുത്തില്ലായിരുന്നു. സോ അതായത് നമ്മളോട് മിസ്സ് കുറേ ആയിട്ട് പറയുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ലെസൺ പ്ലാൻ കാര്യങ്ങൾ എഴുതുകയാണ്. സോ ദീസ് ഓൾ അബൌട്ട് ദ ഈവനിങ്. ബൈ.